ഇന്ത്യൻ സിനിമയിൽ തന്നെ അടുത്ത കാലത്ത് ചർച്ചയായ സിനിമയാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായെത്തിയ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം. ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു മെൽ വിജയ്. സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനെ കുറിച്ച് ഡിസൈനർ മെൽവി പങ്കുവച്ച വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഭ്രമയുഗത്തിലെ ചാത്തന്റെ ലുക്ക് വെല്ലുവിളി നിറഞ്ഞതാണെന്ന് പറയുകയാണ് മെൽവി. എല്ലുപൊടി ഉണ്ടാക്കുന്ന കമ്പനിയിൽ റിസർച്ചിനായി പോയിട്ടുണ്ടെന്നും കോസ്റ്റ്യൂം ഡിസൈനർ പറയുന്നു. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് അർജുൻ അശോകൻ സ്വപ്നത്തിൽ കാണുന്ന ചാത്തന്റെ ലുക്കിനാണ്. അതിനുവേണ്ടിയൊക്കെ എല്ലു പൊടിക്കുന്ന കമ്പനിയിലാണ് പോയത്. ഇറച്ചി വെട്ട് കഴിഞ്ഞിട്ട് പോകുന്ന എല്ലൊക്കെ പൊടിച്ച് എല്ലുപൊടി ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരുന്നു. താൻ കേട്ട് വളർന്നിട്ടുള്ള കഥാപാത്രത്തെ എത്രത്തോളം ആഴത്തിൽ കാണിക്കാൻ കഴിയുമെന്നതിനു വേണ്ടിയാണ് അത്തരമൊരു റിസർച്ചിനായി ഇറങ്ങിയതെന്നും ചെന്നുപെട്ടത് എല്ലു പൊടിക്കുന്ന ഫാക്ടറി പോലെയുള്ള സ്ഥലത്താണെന്നും മെൽവിജയ് പറയുന്നു. അന്ന് തൻ്റെ ഒപ്പം തന്റെ ഭാര്യയും ഉണ്ടായിരുന്നുവെന്നും ഭാര്യ 3-4 വട്ടം ഛർദ്ദിച്ചുവെന്നും മെൽവി ഓർക്കുന്നുണ്ട്. അത്രയും ദുർഗന്ധം നിറഞ്ഞ സ്ഥലമായിരുന്നു അതെന്നും മെൽവി പറഞ്ഞു. അവിടുത്തെ സ്മെല്ല് 5 ദിവസം കഴിഞ്ഞാണ് തന്റെ ശരീരത്തിൽ നിന്നും പോയതെന്നും മെൽവിജയ് വ്യക്തമാക്കുന്നുണ്ട്. ആ ഫാക്ടറികളിൽ നിന്നും മാംസവും കൊമ്പും എല്ലും ഒക്കെ താൻ എടുത്തു. പോത്തിന്റെ താടിയെല്ല് പൊട്ടിച്ച് അണപ്പല്ല് പുറത്തെടുത്തുവെന്നും മെൽവിജയ് പറയുന്നുണ്ട്. പോത്തിന്റെ അണപ്പല്ല് വളരെ ഭംഗിയുള്ള ഡിസൈനോട് കൂടിയുള്ളതാണെന്നും വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കാഴ്ചയിൽ കുറവ് പണിയായിരിക്കാം, പക്ഷേ താൻ ഇതുവരെ ചെയ്ത പ്രോജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഭ്രമയുഗത്തിലാണെന്നും മെൽവി പറയുന്നുണ്ട്. അതേസമയം ഭ്രമയുഗത്തിൽ ആകെ 3 വെള്ളമുണ്ട് മാത്രമാണ് ഉപയോഗിച്ചത് എന്ന തരത്തിലുള്ള ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതേപ്പറ്റിയും മെൽവി പറയുന്നുണ്ട്. ഭ്രമയുഗത്തിലെ ഓരോ ആർട്ടിസ്റ്റിനും 16 മുണ്ടുകളോളം വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ പടത്തിന് 4 ലക്ഷം രൂപയ്ക്ക് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഭ്രമയുഗത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനായി 8-10 ലക്ഷത്തിനടുത്ത് ചിലവ് വന്നുവെന്നാണ് കോസ്റ്റ്യൂം ഡിസൈനർ പറയുന്നത്. നോക്കുമ്പോൾ ഒരു വെള്ളമുണ്ട് മാത്രമേ കാണൂ, പക്ഷേ സിനിമയിൽ പല സീനുകൾ ഷഫിൾ ചെയ്താണ് ഷൂട്ട് ചെയ്തത്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴൊക്കെ കഥാപാത്രങ്ങളുടെ മുണ്ടിന് വരുന്ന മാറ്റവും കാട്ടിലുള്ള ഫൈറ്റ് തുടങ്ങിയവ കാരണം കോസ്റ്റ്യൂമിൽ മാറ്റം വരുമെന്നും അത് ചലഞ്ചിങ് ആയിരുന്നുവെന്നും മെൽവിജയ് വ്യക്തമാക്കുന്നുണ്ട്. 3 മുണ്ടായിരുന്നില്ല ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കേണ്ടി വന്നത്, 16 മുണ്ടുകളായിരുന്നുവെന്നും മെൽവി പറയുന്നു. മുണ്ടുണ്ടാക്കാനായി കൈത്തറി നെയ്ത്തുകാരുടെ അടുത്ത് പോയി ഏത് കനത്തിലുള്ള മുണ്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ഈ 16 മുണ്ടുകളും അതിനുള്ള ഡ്യൂപ്പുകളും ഉണ്ടാക്കിയതെന്നും മെൽവിജയ് പറയുന്നു. ചിത്രത്തിലെ യക്ഷിയുടെ ലുക്കിന് വേണ്ടി മഫോട്ട് ഇട്ടിരുന്നുവെന്നും താൻ കണ്ടു വളർന്ന കാലഘട്ടത്തിലെ യക്ഷി വെള്ളസാരി ഉടുത്തിട്ടാണ്, എന്നാൽ അത് മാറ്റിയിട്ട് ഇനി ഭാവിയിൽ ആരെങ്കിലും തൻ്റെ യക്ഷിയുടെ റെഫറൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് 8 തവണയോളം യക്ഷിയുടെ ലുക്ക് ടെസ്റ്റ് ചെയ്തുവെന്നും മെൽവി പറയുന്നുണ്ട്. യക്ഷിയുടെ ഡ്രസ്സിന് വേണ്ടി മാത്രം 3 ലക്ഷം രൂപയോളം ചെലവായി എന്നാണ് മെൽവിജയ് പറയുന്നത്. യക്ഷിക്ക് വേണ്ടിയുള്ള ആഭരണങ്ങളെല്ലാം കസ്റ്റമൈസ്ഡ് ആയിരുന്നു. യക്ഷിയുടെ കയ്യിലെ മോതിരങ്ങൾക്ക് മാത്രം 1 ലക്ഷം രൂപ വിലയുണ്ടെന്നും മെൽവിജയ് വ്യക്തമാക്കുന്നു. ലുലു ഫാഷൻ വീക്കുമായി ബന്ധപ്പെട്ട് ക്യൂ സ്റ്റുഡിയോയിൽ ഡിസൈനർ റൗണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു മെൽവിജയ്. അതേസമയം ഫെബ്രുവരി 15-നായിരുന്നു ഭ്രമയുഗം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയത്. സിനിമ OTT-യിൽ റിലീസ് ചെയ്ത ശേഷവും പ്രേക്ഷകരുടെ പ്രശംസ കൂടിയിരുന്നു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത്. ഒപ്പം മണികണ്ഠരാചാരിയും അമാൽഡ ലിസും ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തി തിയേറ്ററിൽ മികച്ച വിജയം നേടിയ സിനിമ പ്രേക്ഷകർക്ക് പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.